ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും ഡ്രീം പ്ലേസ് ആയ പാരീസിലേക്കാണ്. ദ സിറ്റി ഓഫ് റൊമാൻസ് ആൻഡ് ഫാഷൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ജർമ്മനിയിലെ അഗ്ലസ്റ്റർ ഹോസൻ എന്ന മനോഹരമായ വില്ലേജിൽ നിന്നും പാരീസിലേക്കുള്ള ഈ യാത്ര ഏകദേശം 600 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര തുടങ്ങിയിരുന്നു. എല്ലാ യാത്രാപ്രേമികളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമായിരിക്കുമല്ലോ പാരീസ്. പാരീസിലെ ഐഫൽ ടവർ നേരിട്ട് ചെന്ന് കാണുക എന്ന ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. മാക്സിമം ടൈം സേവ് ചെയ്യാനായി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ തന്നെ കാറിനകത്തിരുന്നു കഴിച്ചിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ ക്ഷീണം മാറ്റാനായി ഐഫൽ ടവർ സ്വപ്നം കണ്ടുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ ഉറക്കം പാസാക്കി. ഇവിടുത്തെ ഹൈവേസിലെല്ലാം റെസ്റ്റിംഗ് സോണുകളുണ്ട്. ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഹൈവേസിൽ എല്ലായിടത്തും ഉണ്ട്. ഉച്ചയോടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനുമായി വണ്ടി നിർത്തി. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര കണ്ടിന്യൂ ചെയ്ത ഞങ്ങൾ ഏകദേശം ഈവനിങ്ങോട് കൂടിയാണ് പാരീസിൽ എത്തിയത്. റൂമിൽ ചെന്ന് ഫ്രഷായി ഞങ്ങൾ ആദ്യം ഐഫൽ ടവർ കാണാനായി ഇറങ്ങി. പാരീസിലെ ബിൽഡിംഗ്സിന്റെയും സ്കൾപ്ചറുകളുടെയും ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഐഫൽ ടവർ എന്ന ലോക മഹാത്ഭുതത്തിന്റെ മുന്നിലെത്തിയ ഈ നിമിഷം അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ട്രാവലേഴ്സ് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന പ്രത്യേകതയും ഐഫൽ ടവറിനുണ്ട്. 324 മീറ്റേഴ്സ് ഉയരമുള്ള ഐഫൽ ടവർ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മാൻമെയ്ഡ് മോണുമെന്റ് ആയിരുന്നു. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ തോന്നിക്കുന്ന ഐഫൽ ടവർ ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. അയൺ യൂസ് ചെയ്താണ് ഐഫൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 2.5 മില്യൺ റിവറ്റ്സ് കണക്ട് ചെയ്താണ് ഈ ടവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എലിവേറ്ററിൽ കയറി ഐഫൽ ടവറിന്റെ മുകളിലേക്ക് കയറാൻ കഴിയുമെങ്കിലും അവിടുത്തെ തിരക്കും ക്യൂവും കണ്ട് ഞങ്ങൾ താഴെ തന്നെ കറങ്ങാൻ തീരുമാനിച്ചു. രാത്രി 9 മണി കഴിഞ്ഞു. ഐഫൽ ടവറിൽ ലൈറ്റ്സ് ഓൺ ആക്കാനുള്ള ടൈം ആയതിനാൽ ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പാരീസ് സിറ്റിയെ രാത്രി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. എവിടെ നോക്കിയാലും ലൈറ്റ്സ് കൊണ്ട് ഫുള്ളി ഡെക്കറേറ്റഡ് ആയ ഒരു സിറ്റി. അതുകൊണ്ടാവും സിറ്റി ഓഫ് ലൈറ്റ്സ് എന്ന വിളിപ്പേരും പാരീസിനുള്ളത്. രാത്രിയുടെ ഇരുട്ട് കൂടുമ്പോൾ ഐഫൽ ടവറിന്റെ ഭംഗിയും കൂടുന്നത് കാണാൻ പറ്റും. നൈറ്റ് 11 o'clock ഫ്ലിക്കറിംഗ് ലൈറ്റ്സ് ഓൺ ആക്കുന്നതോടെയാണ് ഐഫൽ ടവർ എന്ന ഫുൾ ക്യാൻവാസ് കംപ്ലീറ്റ് ആവുന്നത്.
ഈ ഒരു വിസ്മയം കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. വീഡിയോയിലൂടെ നിങ്ങൾക്കിത് എത്ര ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലെങ്കിലും ഇത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വി ആർ റിയലി ബ്ലെസ്ഡ് ടു വിറ്റ്നസ് ദിസ് മാജിക്. ഡേ 2-ൽ ഞങ്ങൾ ഉച്ചയോടുകൂടെയാണ് യാത്ര തുടങ്ങിയത്. വെർസൈലസ് പാലസ് വിസിറ്റ് ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്നും 25 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് വേണം വെർസൈലസ് സിറ്റിയിലേക്ക് എത്താൻ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നല്ല റഷ് ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടത്തെ പാർക്കിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവിടത്തെ തിരക്ക് എത്രയുണ്ടെന്ന്. ഇതുപോലെ കുറെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇവിടെയുണ്ട്. എല്ലാ പാർക്കിങ്ങും ഫുൾ ആയിരുന്നു. സമൃദ്ധമായ ആർക്കിടെക്ചറുകളും വിശാലമായ ഗാർഡനും പിന്നെ കുറെ ചരിത്രവുമുള്ള ഒരു മനോഹരമായ കൊട്ടാരമാണ് വെർസൈലസ് പാലസ്. 1631-ൽ ലൂയിസ് 13th കിങ് ആണ് ആദ്യമായി ഈ പാലസിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വിസിറ്റ് ചെയ്യുന്നവർ മാക്സിമം ടിക്കറ്റ്സ് എല്ലാം ഓൺലൈൻ വഴി പ്രീ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പാലസിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടും ഹെവി ക്രൗഡ് കാരണം ഞങ്ങൾക്ക് പാലസിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ്സ് കിട്ടിയില്ല. 13 യൂറോസ് പെർ ഹെഡ് പേ ചെയ്തു ഗാർഡൻ മാത്രം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പാലസ് ഗാർഡൻ മാത്രം ഏകദേശം 2000 ഏക്കേഴ്സ് ഉണ്ട്. പാലസും ഗാർഡനും എല്ലാം കൂടെ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്ത് കാണാൻ മാത്രമുണ്ട്. പാലസ് ഓഫ് വെർസൈലസ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൂടിയാണ്. ഈ ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. ജോമെട്രിക്കൽ പാറ്റേൺസും അതിനിടയിലൂടെയുള്ള പാത്വേസും ലേക്സും കുറെ വാട്ടർ ഫൗണ്ടൈൻസും എല്ലാമുള്ള ഒരു മനോഹരമായ ഗാർഡനാണിത്. ഇവിടെ കുറെ വാട്ടർ ഫൗണ്ടൈനുകളുണ്ട്. എല്ലാ വാട്ടർ ഫൗണ്ടൈനും ഓരോ പേരുമുണ്ട്. ഈ ഗാർഡനിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ഗ്രാൻഡ് കനാൽ. 1670 മീറ്റേഴ്സ് സ്ട്രെച്ച് ചെയ്താണ് ഈ കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പാലസിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ കനാലിൽ കാണാൻ കഴിയും. ഇവിടെ ബോട്ടിംഗ് സർവീസും അവൈലബിൾ ആണ്.
പാലസ് ഗാർഡന്റെ മറ്റൊരു അട്രാക്ഷൻ ആയിരുന്നു ഈ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ. കറക്റ്റ് സമയത്ത് ഇവിടെ നടന്നെത്താൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞു. ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വെർസാലിയസ് പാലസ്. പാലസിന്റെ അകത്ത് കയറാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ പാലസിൽ നിന്നും ഇറങ്ങി പാരീസിലെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റിലേക്ക് പോയി. ഈ സ്ട്രീറ്റിലേക്ക് കയറിയതും ഒരു ഇന്ത്യൻ വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹോട്ടൽ ശരവണ ഭവനിൽ പോയി ഡിന്നർ കഴിച്ചു ഫ്രാൻസിനോട് ബൈ ബൈ പറയാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നുവെന്ന് ഭക്ഷണം വന്നപ്പോഴാണ് മനസ്സിലായത്. നല്ല മോശം ഭക്ഷണം കഴിച്ചു ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് പോയി. പാരീസ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ഒരിക്കലും ഈ ഹോട്ടൽ വിസിറ്റ് ചെയ്യരുതെന്ന റിക്വസ്റ്റോടുകൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. യൂറോപ്പിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.